വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം ആരംഭിക്കുന്നത് ഏത് വാക്കിൽ നിന്നാണ്? ഉത്തരം മനുഷ്യരിൽ നിന്ന്. ഗലാത്യർക്കുള്ള ലേഖനം എഴുതിയത് ആരാണ്? ഉത്തരം പൗലോസായ ഞാനും എന്നോടുകൂടെയുള്ള എല്ലാ സഹോദരരും. ഗലാത്തിയ അദ്ധ്യായം 1 ആകെ എത്ര വാക്യങ്ങൾ? ഉത്തരം 24. ഗലാത്തിയ അദ്ധ്യായം 1 ആദ്യത്തെ തലക്കെട്ട്. ഉത്തരം അഭിവാദനം. ആരു മുഖേനയാണ് താൻ അപ്പസ്തോലനായിരിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം യേശുക്രിസ്തു മുഖേനയും അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ആര്? ഉത്തരം പിതാവ്. ആരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കൃപയും സമാധാനവും എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്? ഉത്തരം നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും. എവിടെ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിനാണ് അവൻ തന്നെ ബലിയർപ്പിച്ചത്? ഉത്തരം തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന്. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ചത് ആര്? ഉത്തരം യേശുക്രിസ്തു. നിങ്ങളെ ഉപദ്രവിക്കാനും എന്തിനെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഉണ്ട് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ക്രിസ്തുവിന്റെ സുവിശേഷത്തെ. നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവന് എന്ത് സംഭവിക്കട്ടെ? ഉത്തരം ശപിക്കപ്പെട്ടവനാകട്ടെ. ഗലാത്തിയ 1:10 പൗലോസ് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നു? ഉത്തരം 3. ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്നത് ആര്? ഉത്തരം പൗലോസ്. ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നു എങ്കിൽ എന്താവുകയില്ലായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ക്രിസ്തുവിന്റെ ദാസൻ. ഗലാത്തിയ അദ്ധ്യായം 1 3-ാമത്തെ തലക്കെട്ട്. ഉത്തരം അപ്പസ്തോലനാകാനുള്ള വിളി. സഹോദരരെ, എന്ത് മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ഞാൻ പ്രസംഗിച്ച സുവിശേഷം. ഗലാത്തിയ 1:11 പൗലോസ് ഗലാത്തിയക്കാരെ എന്താണ് സംബോധന ചെയ്യുന്നത്? സഹോദരരെ. ഞാൻ പ്രസംഗിച്ച സുവിശേഷം എങ്ങനെയാണ് തനിക്ക് ലഭിച്ചത് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം യേശുക്രിസ്തുവിന്റെ വെളിപാടിലൂടെ. പൗലോസ് എന്തിനെയാണ് കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നത്? ഉത്തരം ദൈവത്തിന്റെ സഭയെ. എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ എന്തിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം യഹൂദ മത കാര്യങ്ങളിൽ. എന്തിൽ താൻ അത്യധികം തീക്ഷ്ണമതിയുമായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ. ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ആര് എന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തു എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ദൈവം. ദൈവം തന്നെ എങ്ങനെയാണ് വിളിച്ചത് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം തൻ്റെ കൃപയാൽ. ഞാൻ ഒരു മനുഷ്യൻ്റെയും എന്ത് തേടാൻ നിന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ഉപദേശം. എനിക്ക് മുമ്പേ അപ്പസ്തോലന്മാരായവരെ കാണാൻ താൻ എവിടേക്ക് പോയതുമില്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ജെറുസലേമിലേക്ക്. ജെറുസലേമിലേക്ക് പോകുന്നതിനു പകരം താൻ എവിടേക്ക് പോയി എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം അറേബ്യയിലേക്ക്. പൗലോസ് ദമാസ്കസിലേക്ക് തിരിച്ചു വന്നത് എവിടെ നിന്ന്? ഉത്തരം അറേബ്യയിൽ നിന്ന്. 3 വർഷത്തിനു ശേഷം ആരെ കാണാനാണ് പൗലോസ് ജെറുസലേമിലേക്ക് പോയത്? ഉത്തരം കേപ്പായെ. കേപ്പായെ കാണാൻ 3 വർഷത്തിനു ശേഷം ജെറുസലേമിലേക്ക് പോയ പൗലോസ് എത്ര ദിവസം അവനോടൊത്ത് താമസിച്ചു? ഉത്തരം 15 ദിവസം. കേപ്പായെ കൂടാതെ അപ്പോസ്തലന്മാരിൽ മറ്റാരെ കൂടിയാണ് പൗലോസ് കണ്ടത്? ഉത്തരം കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ.
ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന ഇക്കാര്യങ്ങൾ വ്യാജമല്ല എന്നതിന് സാക്ഷി ആരാണ്? ഉത്തരം ദൈവം. കർത്താവിന്റെ സഹോദരനായ അപ്പസ്തോലൻ ആരാണ്? ഉത്തരം യാക്കോബ്. അധ്യായം 1:22 എവിടെയുള്ളവർ തന്നെ അറിഞ്ഞിരുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം യൂദയായിലുള്ളവർ. ഗലാത്തിയ 1:24 പ്രകാരം പൗലോസിനെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ആര്? ഉത്തരം യൂദയായിലുള്ള ക്രിസ്തുവിന്റെ സഭകൾ. ഗലാത്തിയ അധ്യായം 2 തലക്കെട്ട് എന്ത്? ഉത്തരം പൗലോസിന് അംഗീകാരം. ഗലാത്തിയ 2:1 ആരുടെയൊക്കെ കൂടെ പൗലോസ് ജെറുസലേമിലേക്ക് പോയി എന്നാണ് പറയുന്നത്? ഉത്തരം ബർണബാസിന്റെയും തീത്തോസിന്റെയും കൂടെ. വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം പൗലോസ് സ്വകാര്യമായി അവതരിപ്പിച്ചത് ആരുടെ മുമ്പിൽ? ഉത്തരം ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ. പൗലോസ് അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ താൻ വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം ഞാൻ ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി. പൗലോസിനോടുകൂടെ ഉണ്ടായിരുന്ന തീത്തോസ് എവിടത്തുകാരനായിരുന്നു? ഉത്തരം ഗ്രീക്കുകാരനായിരുന്നു. പൗലോസിനോടുകൂടെ ഉണ്ടായിരുന്ന തീത്തോസ് ഒരു ഗ്രീക്കുകാരനായിരുന്നിട്ടും എന്തിനു നിർബന്ധിക്കപ്പെട്ടില്ല? ഉത്തരം പരിച്ഛേദനത്തിന്. പരിച്ഛേദിതർക്കുള്ള പ്രേഷിതത്വം ആരിലൂടെയാണ് നിറവേറ്റപ്പെടുന്നത്? ഉത്തരം പത്രോസിലൂടെ. പൗലോസ് ശ്ലീഹായുടെ തീവ്രമായ താൽപ്പര്യമെന്ത്? പാവങ്ങളെ പറ്റിയുള്ള ചിന്ത. ഗലാത്തിയ 2:12 വിജാതിയരുടെ ഒപ്പമിരുന്ന് ഭക്ഷിച്ചതാര്? ഉത്തരം കേപ്പ. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ആരെല്ലാം? ഉത്തരം യാക്കോബ്, കേപ്പ, യോഹന്നാൻ. കേപ്പ എവിടെ വന്നപ്പോഴാണ് പൗലോസ് ശ്ലീഹ അവനിൽ കുറ്റം കണ്ടത്? ഉത്തരം അന്ത്യോക്യായിൽ. യാക്കോബിന്റെ അടുത്ത് നിന്ന് ചിലർ വന്നു കഴിഞ്ഞപ്പോൾ കേപ്പ പിന്മാറിക്കളഞ്ഞതിന് കാരണമെന്ത്? ഉത്തരം പരിച്ഛേദിതരെ ഭയന്ന്. ഗലാത്തിയ 2:16 എങ്ങനെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. ഗലാത്തിയ 2:16 എന്തുവഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം നിയമാനുഷ്ഠാനം. അവരുടെ പെരുമാറ്റം സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വച്ച് പൗലോസ് കേപ്പായോട് പറഞ്ഞത് എന്ത്? ഉത്തരം യഹൂദനായ നീ യഹൂദനെ പോലെയല്ല വിജാതീയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതീയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും? ഗലാത്തിയ 2:15 പ്രകാരം നാം തന്നെ ആരായി ജനിച്ചവരാണ് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം യഹൂദരായി. ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എന്തിലൂടെയല്ല എന്ന് നമുക്കറിയാം? ഉത്തരം നിയമത്തിന്റെ അനുഷ്ഠാനത്തിലൂടെയല്ല. ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എന്തിലൂടെയാണ്? ഉത്തരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിന്. ക്രിസ്തുവിൽ എന്ത് ചെയ്യപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെയാണ് നമ്മൾ? ഉത്തരം നീതീകരിക്കപ്പെടാനുള്ള. ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെ നമ്മൾ പാപികളായി കാണപ്പെട്ടുവെങ്കിൽ ആര് പാപത്തിന്റെ ശുശ്രൂഷകനാണോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ഉത്തരം ക്രിസ്തു. ഞാൻ എന്തു ചെയ്തവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നു എങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണ് എന്നാണ് പൗലോസ് പറയുന്നത്. ഉത്തരം ഞാൻ നശിപ്പിച്ചവ. ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണെന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി.
ഞാൻ ക്രിസ്തുവിനോടുകൂടെ എന്തായിരിക്കുന്നു? ഉത്തരം ക്രൂശിതനായിരിക്കുന്നു. ഗലാത്തിയ 2:20 പ്രകാരം ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ആരാണ് എന്നിൽ ജീവിക്കുന്നത്? ഉത്തരം ക്രിസ്തു. ഗലാത്തിയ 2:21 പ്രകാരം ആരുടെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നത് എങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് എന്ത് ഇല്ല എന്നാണ് പൗലോസ് പറയുന്നത്? നീതീകരണം. വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രഹാത്തോടൊത്ത് ഡാഷ് പ്രാപിക്കുന്നു. പൂരിപ്പിക്കുക. അനുഗ്രഹം. ആരാണ് വിശ്വാസം വഴി ജീവിക്കുന്നത്? ഉത്തരം നീതിമാൻ. അബ്രഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി ആരിലേക്കാണ് വ്യാപിക്കേണ്ടത്? ഉത്തരം വിജാതീയരിലേക്ക്. ഡാഷ് നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കില്ല. പൂരിപ്പിക്കുക. ഉത്തരം പാരമ്പര്യാവകാശം. എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് പ്രഖ്യാപിച്ചത്? ഉത്തരം വിശുദ്ധ ഗ്രന്ഥം. ഡാഷ് ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം വിശ്വാസം. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ഗലാത്തിയാക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം സ്നാനം. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ്? ഗലാത്തിയ 3:29. ഉത്തരം അബ്രഹത്തിൻ്റെ. അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമായി ലഭിച്ചത് എന്ത്? ഉത്തരം വാഗ്ദാനങ്ങൾ. പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും എന്തിൽ നിന്നായിരിക്കുകയില്ല? ഉത്തരം വാഗ്ദാനത്തിൽ നിന്ന്. വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ആരിലൂടെയാണ് അത് വിളംബരം ചെയ്യപ്പെട്ടത്? ഉത്തരം ഒരു മധ്യവർത്തിയിലൂടെ. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ ആരുടെ ആവശ്യമുള്ളൂ? ഉത്തരം മധ്യവർത്തിയുടെ. നിയമം ദൈവത്തിൻ്റെ എന്തിന് വിരുദ്ധമാണോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ഉത്തരം വാഗ്ദാനങ്ങൾക്ക്. ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും എന്തു വഴി ഉണ്ടാകുമായിരുന്നു? ഉത്തരം ആ നിയമം വഴി. യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് പ്രഖ്യാപിച്ചതാര്? ഉത്തരം വിശുദ്ധ ഗ്രന്ഥം. നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നമ്മുടെ പാലകനായിരുന്നത് ആര്? ഉത്തരം നിയമം. ഗലാത്തിയ 3-ാം അധ്യായത്തിലെ 4-ാമത്തെ തലക്കെട്ട്. ഉത്തരം പുത്രത്വവും അവകാശവും. നാമെല്ലാം ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നത് എങ്ങനെ? ഉത്തരം യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ.